CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട പ്രസ്താവന CPIM കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമാണ് എന്ന് പറയുകയാണ് PV അൻവർ ഇപ്പോൾ. നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുൻകൂട്ടി കണ്ട് പാർട്ടി മനഃപൂർവ്വം തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണിത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ CPIM നിലപാട് സ്വീകരിച്ചു തുടങ്ങിയത്. പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വർഗീയവാദിയായി ചിത്രീകരിച്ചത് ആരും മറന്നു കാണാനിടയില്ല. മുമ്പൊരിക്കൽ മുഖ്യമന്ത്രി നടത്തിയ വേസ്റ്റ് പരാമർശം ഓർത്തുപോകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു സമുദായത്തെ മുഴുവനായും വേസ്റ്റ് എന്ന തരത്തിൽ അടയാളപ്പെടുത്താനുള്ള പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും സംഘടിത ശ്രമമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും PV അൻവർ സമൂഹ മാധ്യമത്തിലൂടെ കുറിച്ചു. കൂടാതെ ഈ കുറിപ്പിനൊപ്പം PV അൻവർ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കൂടി പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാം. പ്രിയമുള്ള കേരളീയ സമൂഹമേ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം CPM ലീഡർഷിപ്പും CPMന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും നിരന്തരമായി മുസ്ലിം സമുദായത്തെയും മുസ്ലിം സാമുദായിക നേതാക്കളെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും മുസ്ലിം തീവ്രവാദികളാണ് പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിച്ചത് എന്ന നരേഷൻ കൊണ്ടുവന്നത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. പ്രസ്താവന കഴിഞ്ഞ് മിനിറ്റുകൾക്കകം കേന്ദ്രമന്ത്രിമാരും BJP നേതാക്കന്മാരും ഇന്ത്യയിലാകെ ഇത് പ്രചരിപ്പിക്കാൻ ആരംഭിച്ചു. ഇന്നും ആ പ്രചരണം തുടരുകയാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം സാമുദായിക നേതാക്കന്മാർ, പ്രത്യേകിച്ചും ബഹുമാന്യനായ പാണക്കാട് സാദിഖ് അലി തങ്ങളെ വർഗീയവാദിയാണ് എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 2 തവണ ആലോചിക്കേണ്ടി വന്നില്ല. എല്ലാം കഴിഞ്ഞിപ്പോ കേരളീയ പൊതുസമൂഹവും കേരളീയത്തിലെ മുഴുവൻ ജനങ്ങളും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ബഹുമാനായ AP കാന്തപുരം ഉസ്താദിനെ കുറിച്ചുള്ള പ്രസ്താവനയാണ് ഏറ്റവും അവസാനമായി വന്നിട്ടുള്ളത്. സ്ത്രീ സമൂഹവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഒരു മതനേതാവ് എന്ന നിലക്ക് മതത്തിന്റെ കാഴ്ചപ്പാടുകളിലൂടെ ഇന്ന് കേരളത്തിൽ വ്യാപകമായി നടന്നുവരുന്ന മെക്സവൻ എന്ന എക്സസൈസ് ശൃംഖലയിൽ സ്ത്രീകൾ പങ്കെടുക്കുമ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന തരത്തിൽ പുരുഷന്മാരുമായിട്ടുള്ള മിക്സിംഗ് ഒഴിവാക്കണമെന്ന തരത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയെ വളരെ മോശമായി അറുപിന്തിരിപ്പനായി ചിത്രീകരിക്കുകയാണ് ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഗോവിന്ദൻ മാഷോട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, താങ്കളൊന്ന് തിരിഞ്ഞു നോക്കണം കേരളത്തിലേക്ക്. കേരളത്തിലെ ഒരു പ്രത്യേക തരത്തിലുള്ള സാംസ്കാരിക പൈതൃകം നമ്മുടെ നാട്ടിൽ നമ്മൾ നിലനിർത്തുന്നതാണ്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ കാണാത്തതുമാണത്. എല്ലാ രംഗങ്ങളിലും സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയും ബഹുമാനം നൽകുകയും ചെയ്യുന്ന സമൂഹമാണ് കേരളത്തിലുള്ളത്. ആ സമൂഹത്തിൽ സ്ത്രീകൾക്കിടയിൽ അരക്ഷിതാവസ്ഥയും മറ്റു തരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഇത്തരത്തിലുള്ള ഇടകലരുകൾ ഒഴിവാക്കണം. പ്രത്യേകം അദ്ദേഹം ആ എക്സസൈസിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. പക്ഷേ അതിനെ വലിയ വിഷയമാക്കിക്കൊണ്ടുവന്ന് മുസ്ലിങ്ങൾ അറുപിന്തിരിപ്പന്മാരാണ്, ആ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞത്, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ അർത്ഥം കേരളീയ സമൂഹത്തിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിലേറെ അധികം ആ വ്യക്തിയെ, ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരെ ഇതിലേറെ അധികം അവഹേളിക്കാൻ ഉള്ള വാക്കുകൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ വേറെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു അവഹേളനം നടത്തിയത്. നമുക്കറിയാം, കേരളീയ സമൂഹം സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നതിന് സർക്കാർ തന്നെ എടുത്ത നിലപാടുകളുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും മിക്സ് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് മേഖലകൾ സർക്കാർ തന്നെ വേർതിരിച്ചിട്ടുണ്ട്. ഉദാഹരണമായി 100 നമുക്ക് പറയാൻ കഴിയും. ഇപ്പൊ ആശുപത്രികൾ എന്തിനാ സ്ത്രീകൾക്ക് പ്രത്യേക വാർഡ്? പുരുഷന്മാരുടെ ഒപ്പം എന്താ അവർക്ക് ചികിത്സിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത്? പ്രസവ വാർഡ് എന്തിനാ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം?
പുരുഷന്മാർ കിടക്കുന്ന വാർഡുകളിൽ അവർക്ക് പ്രസവിച്ച് കിടക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? റിസർവേഷനുകൾ നമ്മുടെ പൊതുസ്ഥലങ്ങളിലെ സർക്കാർ കെട്ടിടങ്ങളിൽ, ഓഫീസുകളിലൊക്കെ സ്ത്രീകൾക്ക് ഇരിക്കാൻ പ്രത്യേകം ഇരിപ്പിടമുണ്ട്. അങ്ങനെ സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ ഒഴിവാക്കി നിർത്താൻ, തെറ്റായ ഒരു വഴിയിലേക്ക് പുരുഷനെ നയിക്കാതിരിക്കാൻ ചില ബാരിക്കേഡുകൾ ഈ സംസ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെയാണ് ഒരു മതനേതാവ് പറഞ്ഞ മതപരമായ കാഴ്ചപ്പാടിനെ ഈ രീതിയിൽ ഒരു സമുദായത്തെ മുഴുവൻ അവഹേളിക്കുന്ന രീതിയിൽ, ആ സാമുദായിക നേതാക്കളെ അവഹേളിക്കുന്ന രീതിയിൽ ഒരു ലജ്ജയും കൂടാതെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സിപിഎമ്മിന്റെ രാഷ്ട്രീയപരമായ മുതലെടുപ്പിനുള്ള വരാനിരിക്കുന്ന 2026 ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഹിന്ദുത്വ തീവ്രവാദികളെ സന്തോഷിപ്പിക്കുകയും ഇന്ന് സിപിഎമ്മും ആർഎസ്എസും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ അജണ്ട അത് പൂർണ്ണമായി വോട്ടാക്കി മാറ്റാൻ ഈ പറയുന്ന ഹൈന്ദവ തീവ്രവാദികളെ സന്തോഷിപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ഇന്ന് ഈ പ്രസ്താവനകൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിപിഎം ലീഡർഷിപ്പിനെ സംബന്ധിച്ച് മതത്തെക്കുറിച്ച് പറയാൻ ഒരു അവകാശവുമില്ല. എന്തിനാണ് സിപിഎം ലീഡർഷിപ്പ് ഈ മതത്തിൽ ഇടപെടുന്നത്? മതമില്ലെന്ന് വിശ്വസിക്കുകയും ദൈവമില്ലെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്തിനിത്തരം കാര്യത്തിൽ ഇടപെടുന്നു എന്ന ചോദ്യത്തിന് അവരാണ് ഉത്തരം നൽകേണ്ടത്. പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്നതിനോടൊപ്പം മതകാര്യങ്ങൾ നമുക്കറിയാം. മുമ്പ് ശബരിമല ഇഷ്യൂ എന്താണെന്ന് സിപിഎം നടത്തിയ പ്രചരണം, കേരളത്തിലെ ഹൈന്ദവരായ സഹോദരിമാരെ ശബരിമലയിൽ എത്തിക്കാനുള്ള ആ മതവിശ്വാസികളുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. എന്തുണ്ടായി? ഇവിടെ ഏറ്റവും വലിയ വില നൽകേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ക്രൈസ്തവ സമുദായത്തെ നികൃഷ്ട ജീവികളെന്ന് വിളിച്ചവരുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവല്ലാതെ ലോകത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ക്രൈസ്തവ സമുദായത്തിലെ അച്ഛന്മാരെയും പാതിരിമാരെയും നികൃഷ്ട ജീവികളെന്ന് വിളിച്ച ചരിത്രം ലോക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ഘട്ടത്തിൽ AP ഉസ്താദിനുമായി ബന്ധപ്പെട്ട് അത് ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞു. ആ പറയുന്ന അതേ പിണറായി ഇതേ കാര്യങ്ങളുള്ള മറ്റു സമുദായത്തെക്കുറിച്ച് പറയാൻ ഇന്നവരെ തയ്യാറായിട്ടില്ല. അതിന്റെ മുകളിലൊരു പ്രസ്താവന ഉണ്ടായിട്ടില്ല. എനിക്ക് ബഹുമാനപ്പെട്ട AP ഉസ്താദുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ചും കേരള മുസ്ലിം ജമാഅത്ത് വലിയൊരു രാഷ്ട്രീയ സാമൂഹിക ശക്തിയായി കേരളത്തിന്റെ പൊതുവിഷയങ്ങൾ ഇടപെടുന്ന, എന്നാൽ രാഷ്ട്രീയ രംഗത്തേക്ക്, തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമായി വരാത്ത ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനമാണ്. കഴിഞ്ഞ 10-30 വർഷമായി നിങ്ങളെല്ലാവരും ഈ സിപിഎമ്മിന് പിന്തുണ നൽകി വരികയാണ്. അവഹേളനങ്ങൾ പല ഘട്ടത്തിൽ നിങ്ങൾ സഹിച്ചവരാണ്. ഇപ്പോ അവഹേളനത്തിന്റെ അപ്പുറം സമൂഹത്തിന് മുമ്പിൽ മുഴുവൻ അപകീർത്തിപ്പെടുത്തുകയും പിന്തിരിപ്പന്മാരാണെന്ന് വരുത്തി തീർക്കാൻ രാഷ്ട്രീയ പ്രസ്താവന നടത്തുകയും ആ രാഷ്ട്രീയ പ്രസ്താവനകളിലൂടെ രാജ്യത്തെ RSS BJP നേതൃത്വത്തിന് സന്തോഷം നൽകുകയും ഹൈന്ദവ വോട്ടിന് ലക്ഷ്യം വെക്കുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയമായ ഗൂഢനീക്കം പ്രിയപ്പെട്ട AP ഉസ്താദിന്റെ ആളുകൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ആ രീതിയിലാണ് സിപിഎം നേതൃത്വത്തിന്റെ ഈ പോക്ക്. ഇത് തിരിച്ചറിയാൻ കേരളത്തിലെ മുഴുവൻ സമൂഹത്തിനും, മുഴുവൻ സാമുദായിക നേതാക്കൾക്കും, അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്കും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട AP ഉസ്താദുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, അനുഭവം പുലർത്തുന്ന ഈ സമൂഹം നിങ്ങളത് തിരിച്ചറിയണം. എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങളുടെ വോട്ട് കൊണ്ടാണ് പല മണ്ഡലങ്ങളും അവർ ജയിക്കുന്നത്. വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നാൽ നിങ്ങളോടുള്ള ഈ ഗവൺമെന്റിന്റെയും സിപിഎമ്മിന്റെയും നിലപാട് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ സംഘടനകൾ മുഴുവൻ പലതരം വിഷയത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ന്യായമായ ആവശ്യം അതുപോലും നടത്തിത്തരാതെ നീട്ടിക്കൊണ്ടുപോയി ഓരോ തെരഞ്ഞെടുപ്പിലും നിങ്ങളെ അടുത്ത തെരഞ്ഞെടുപ്പ് വിജയിച്ചു വന്നാൽ ചെയ്തു തരാമെന്ന തരത്തിലുള്ള പ്രതീക്ഷകൾ നൽകി ഒരു കാലത്തും ഒരു ന്യായമായ സഹായവും ചെയ്തു തരാതെ നിങ്ങളെ വഞ്ചിച്ച് മുന്നോട്ട് പോയി ഈ സിപിഎം ലീഡർഷിപ്പ് ഇന്ന് അങ്ങേയറ്റം കേരളം ബഹുമാനിക്കുന്ന ബഹുമാനനായ AP ഉസ്താദിനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഈ അപകീർത്തിപ്പെടുത്തുന്ന ഈ രീതി നിങ്ങൾ തിരിച്ചറിയണം. കേരളീയ സമൂഹം ശക്തമായി സിപിഎം ലീഡർഷിപ്പിന്റെ ഈ വർഗീയ ചുവയോടുള്ള
ഇടപെടലുകൾക്കെതിരെ ശക്തമായി അപലപിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.